ഇപ്പോ പുറത്തു ജോലിക്ക് പോവാണ്, മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കണം. അപ്പൊ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ആ രാജ്യത്ത് ചെന്നെത്താൻ വേണ്ടിയിട്ടോ ഒരു വ്യക്തി പോകാവുന്ന എല്ലാ പള്ളികളിലും പോയി, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി, സ്വന്തം ജില്ലയിൽ നിന്ന് 10 ജില്ല അകലെയുള്ള മറ്റൊരു ജില്ലയിൽ 14 ജില്ലയിലും പോയി അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ജോലി കിട്ടി, അവൾ ഉദ്ദേശിച്ച ആ രാജ്യത്തെത്തി, ജോലി തുടങ്ങി, പറയാണ് പള്ളി അടുത്തില്ല, അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച ആ സ്വപ്നം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് നമുക്കിപ്പോ പോകാൻ സൗകര്യമില്ല, നമുക്കിപ്പോ പോകാനുള്ള സാഹചര്യങ്ങളില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു നന്ദികേട് തന്നെയാണ്. വളരെ വിദേശ രാജ്യങ്ങളുള്ളവരല്ല, ഇവിടെ ഉള്ളവർ എവിടെയാണെങ്കിലും ജോലി കിട്ടുന്നത് വരെ നമ്മളൊരു പ്രാർത്ഥന, ഈ സ്റ്റാറ്റസിൽ എത്തുന്നവരെ ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഈശോയെ മൈൻഡ് ചെയ്യുന്നില്ല, പല പല ന്യായീകരണങ്ങളും എക്സ്ക്യൂസും പറഞ്ഞ് പള്ളി പോകാതിരിക്കുന്നു, പ്രാർത്ഥന ഒഴിവാക്കുന്നു, വചനവാദം ഒഴിവാക്കുന്നു, പേഴ്സണൽ പ്രയർ ഒഴിവാക്കുന്നു. തിരക്കാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, എന്താണെന്നറിയോ? ഈ തിരക്കിനിടയിൽ തിരക്ക് തന്ന ഈശോയെ മറന്നേക്കൽ. ഈശോ നിന്നെ തിരക്ക് നടക്കാൻ വേണ്ടി ഇടവരുത്തരുത്.